ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയുടെ വികസനത്തിന് കേന്ദ്ര സർക്കാർ മുൻഗണന നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യവികസനത്തിന്റെ നട്ടെല്ലാണ് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെന്ന് കേന്ദ്രമന്ത്രി ജിതൻ റാം മാഞ്ചി. അടുത്ത 2 വർഷത്തിനുള്ളിൽ രാജ്യത്ത് 7900 കിലോമീറ്ററിലധികം ട്രാക്കുകൾ പുതുക്കി പണിയുമെന്ന് ഇന്ത്യൻ റെയിൽവേ. എൻസിസി അച്ചടക്കം, ധൈര്യം, ഉത്തരവാദിത്വം എന്നിവ പഠിപ്പിക്കുന്നതായി കേന്ദ്രമന്ത്രി സഞ്ജയ് സേത്ത്. 64ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവ കിരീടം കണ്ണൂരിന്, തൃശൂർ 2ാമത്. ന്യൂസിലൻഡിനെതിരായ ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 338 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയുടെ വികസനത്തിന് കേന്ദ്ര സർക്കാർ മുൻഗണന നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമബംഗാളിലെ ഹൂഗ്ലി ജില്ലയിലെ സിംഗൂരിൽ 830 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമബംഗാളിനെ ഉൽപാദന, വ്യാപാര, ലോജിസ്റ്റിക്സ് മേഖലകളുടെ പ്രധാന കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള സ്തംഭങ്ങളാണ് ഈ പദ്ധതികളെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. एक्सटेंडेड पोर्ट गेट सिस्टम हुगली और आसपास के इलाकों के लिए नए अवसरों का द्वार खोलेगा. इससे कोलकाता शहर में ट्रैफिक और लॉजिस्टिक्स का दबाव कम होगा. गंगा जी पर जो जलमार्ग बना है उसके जरिए कार्गो मूवमेंट और बढ़ेगा. ये पूरा इंफ्रास्ट्रक्चर हुगली को वेयरहाउसिंग और ट्रेडिंग हब बनाने में मदद करेगा. പശ്ചിമബംഗാളിന്റെ റെയിൽവേ യാത്രാ സൌകര്യങ്ങൾക്ക് ഊന്നൽ നൽകി ഇന്ന് 3 അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. കൊൽക്കത്തയ്ക്കായി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച ഉൾനാടൻ ജലഗതാഗത യാനവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. അസമിലെ നാഗോൺ ജില്ലയിലെ കാലിയബോറിൽ 6950 കോടിയിലധികം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന കാസിരംഗ എലിവേറ്റഡ് കോറിഡോർ പദ്ധതിയുടെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. 86 കിലോമീറ്റർ നീളമുള്ള ഈ ഉയരപ്പാത പരിസ്ഥിതി സൌഹൃദ ദേശീയപാത പദ്ധതിയാണ്. കാസിരംഗ ദേശീയോദ്യാനത്തിലൂടെ കടന്നുപോകുന്ന 35 കിലോമീറ്റർ എലിവേറ്റഡ് വന്യജീവി ഇടനാഴി ഇതിൽ ഉൾപ്പെടും. പാർക്കിന്റെ സമ്പന്നമായ ജൈവ വൈവിധ്യത്തിന്റെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനൊപ്പം ഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തുക എന്നതാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. 64ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ ജില്ലയ്ക്ക് കിരീടം. അവസാന മത്സരം വരെ നീണ്ട പോരാട്ടത്തിൽ ഫോട്ടോ ഫിനിഷിലാണ് കണ്ണൂരിന്റെ കിരീട നേട്ടം. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ തൃശൂരാണ് 2ാം സ്ഥാനത്ത്. കണ്ണൂർ 1028 പോയിന്റ് സ്വന്തമാക്കിയപ്പോൾ തൃശൂർ 1023 പോയിന്റ് നേടി. 3ാം സ്ഥാനത്തെത്തിയ കോഴിക്കോടിന് 1017 പോയിന്റാണുള്ളത്. സ്കൂളുകളിൽ ആലത്തൂർ ഗുരുകുലം HSS 1ാം സ്ഥാനം നേടി. സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി വി ശിവൻകുട്ടി, നടൻ മോഹൻലാൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വിദേശകാര്യമന്ത്രി S ജയശങ്കർ ന്യൂഡൽഹിയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെനറ്റർ സ്റ്റീവ് ഡെയ്ൻസുമായി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയ്ക്കിടെ ഉഭയകക്ഷി ബന്ധങ്ങളെക്കുറിച്ചും അതിന്റെ തന്ത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ചും ഇരുവരും ചർച്ച നടത്തിയതായി ജയശങ്കർ സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. എൻസിസി അച്ചടക്കം, ധൈര്യം, ഉത്തരവാദിത്വം എന്നിവ പഠിപ്പിക്കുന്നതായി പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത്. 17 ലക്ഷം കേഡറ്റുകളിൽ 2400 കേഡറ്റുകൾക്ക് മാത്രമേ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുന്നുള്ളൂ എന്ന് ന്യൂഡൽഹിയിലെ കരിയപ്പ പരേഡ് ക്യാമ്പിൽ എൻസിസി റിപ്പബ്ലിക് ദിന ക്യാമ്പ് സന്ദർശിക്കവെ അദ്ദേഹം പറഞ്ഞു. സന്ദർശന വേളയിൽ ശ്രീ സേത്ത് കേഡറ്റുകളുമായി സംവദിക്കുകയും എൻസിസി ഡയറക്ടർ ജനറലിൽ നിന്ന് ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുകയും ചെയ്തു. അടുത്ത 2 വർഷത്തിനുള്ളിൽ 7900 കിലോമീറ്ററിലധികം ട്രാക്കുകൾ പുതുക്കിപ്പണിയാൻ ഇന്ത്യൻ റെയിൽവേ പദ്ധതിയിടുന്നു. 2025-26 സാമ്പത്തിക വർഷത്തിൽ 7500 കിലോമീറ്ററിലധികം ട്രാക്ക് പുതുക്കൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 6800 കിലോമീറ്ററിലധികം ട്രാക്ക് നവീകരണം നടന്നിട്ടുണ്ടെന്നും റെയിൽവേ മന്ത്രാലയം ഇന്ന് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹിയാൻ നാളെ ഇന്ത്യ സന്ദർശിക്കും. പ്രസിഡന്റായി അധികാരമേറ്റതിനുശേഷം ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദിന്റെ 3ാമത്തെ ഔദ്യോഗിക സന്ദർശനമാണിത്. ഇന്ത്യ UAE തന്ത്രപരമായ സമഗ്ര പങ്കാളിത്തം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക, ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറുന്നതിനും ഈ സന്ദർശനം ഇരു രാജ്യങ്ങൾക്കും അവസരം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 25-ന്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും മൈ GOV, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പരിലോ ഈ മാസം 23 വരെ അറിയിക്കാം. രാജ്യവികസനത്തിന്റെ നട്ടെല്ലാണ് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെന്ന് കേന്ദ്രമന്ത്രി ജിതൻ റാം മാഞ്ചി. ന്യൂഡൽഹിയിൽ PM വിശ്വകർമ്മ ഹാത്ത് 2026ന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PM വിശ്വകർമ്മ പദ്ധതിയുടെ ഭാഗമായി കരകൌശല വിദഗ്ധരുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണന മേളയാണ് PM വിശ്വകർമ്മ ഹാത്ത്. കരകൌശല തൊഴിലാളികൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ബ്രാൻഡ് ചെയ്യുന്നതിനും വിപണനം ചെയ്യുന്നതിനുമുള്ള വേദിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. विश्वकर्मा हमारे प्रधानमंत्री जी का विजन का योजना है. इसी के माध्यम से हम भारत में जो बेरोजगारी की समस्या है उसको दूर कर सकेंगे. इसी के माध्यम से हम जो आज बढ़ता प्रदूषण है उसको दूर करेंगे. MSME സഹമന്ത്രി ശോഭ കരന്തിലാജെയും ചടങ്ങിൽ സംബന്ധിച്ചു. രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 117ലധികം കരകൌശല വിദഗ്ധർ പങ്കെടുക്കുന്ന പരിപാടി ഈ മാസം 31-ന് അവസാനിക്കും. ജമ്മുകശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിലെ സിംഗപ്പൂര പ്രദേശത്ത് സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. പ്രദേശത്ത് ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന വിവരത്തെ തുടർന്ന് സുരക്ഷാസേന നടത്തിയ സംയുക്ത തിരച്ചിലിനിടെയാണ് വെടിവയ്പ് ആരംഭിച്ചത്. പ്രദേശത്ത് കൂടുതൽ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. ഗ്രീൻലൻഡ് ഏറ്റെടുക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിയെ അപലപിച്ചുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ ഇന്ന് അടിയന്തര യോഗം ചേരും. അമേരിക്കയുടെ താരിഫ് ഭീഷണികളെ എതിർക്കുന്നതായും ഡെൻമാർക്കിനെയും ഗ്രീൻലാൻഡിനെയും പിന്തുണയ്ക്കുന്നതായും യൂറോപ്യൻ പാർലമെന്റ് പ്രസിഡന്റ് റോബർട്ട മെറ്റ്സോള പറഞ്ഞു. ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുന്നതിന് അമേരിക്കയ്ക്ക് പിന്തുണ നൽകാത്ത രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾക്ക് അടുത്ത മാസം 1 മുതൽ 10% തീരുവ ഏർപ്പെടുത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് യൂറോപ്യൻ യൂണിയന്റെ തീരുമാനം. ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നാളെ വരെ മൂടൽമഞ്ഞ് നിലനിൽക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും മൂടൽമഞ്ഞ് ട്രെയിൻ ഗതാഗതത്തെ ബാധിച്ചു. ഡൽഹിയിലേക്ക് പോകുന്ന 50-ലധികം ട്രെയിനുകൾ വൈകിയാണ് ഓടുന്നത്. യാത്രക്കാർ സ്റ്റേഷനിൽ എത്തുന്നതിന് മുൻപ് ട്രെയിനുകളുടെ ഏറ്റവും പുതിയ സ്ഥിതി പരിശോധിക്കാൻ റെയിൽവേ നിർദ്ദേശിച്ചു. വികസന കാര്യത്തിൽ ജനങ്ങളുടെ ആവശ്യമാണ് ആദ്യം നടപ്പാക്കേണ്ടതെന്നും രാഷ്ട്രീയ പാർട്ടികൾ അവകാശവാദം ഉന്നയിക്കുന്നത് അതിനുശേഷം മതിയെന്നും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. പാലക്കാട് അകത്തേത്തറ ഗ്രാമപഞ്ചായത്ത് സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നേരത്തെ തന്നെ ക്രെഡിറ്റ് ആർക്ക് ലഭിക്കുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിൽ വികസനമുണ്ടാവില്ലെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് ചെന്നൈ താമ്പരത്തേക്കും ഹൈദരാബാദിലേക്കും അമൃത് ഭാരത് ട്രെയിനുകൾ അനുവദിച്ചെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചതായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കൂടാതെ ഗുരുവായൂരിനും തൃശൂരിനുമിടയിൽ പുതിയ ട്രെയിനിനും അനുമതിയായിട്ടുണ്ട്. ന്യൂസിലാൻഡിനെതിരെ ഇൻഡോറിൽ നടക്കുന്ന 3ാം ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 338 റൺസ് വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡ് നിശ്ചിത 50 ഓവറിൽ 8 വിക്കറ്റിന് 337 റൺസ് എടുത്തു. ഡാരൽ മിച്ചലും ഗ്ലെൻ ഫിലിപ്സും ന്യൂസിലാൻഡിനായി സെഞ്ചുറി നേടി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 16 ഓവറിൽ 4 വിക്കറ്റിന് 84 റൺസ് എന്ന നിലയിലാണ്. ഖേലോ ഇന്ത്യ കളരിപ്പയറ്റ് നാഷണൽ ലീഗ് അണ്ടർ-18 മത്സരത്തിൽ 10 സ്വർണ്ണ മെഡലുകളോടെ കേരളം കിരീടം ചൂടി. കർണാടകയാണ് 2ാം സ്ഥാനത്ത്. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയും ഇന്ത്യൻ കളരിപ്പയറ്റ് ഫെഡറേഷനും സംയുക്തമായാണ് തിരുവനന്തപുരത്ത് ലീഗ് സംഘടിപ്പിച്ചത്. കേരളത്തിൽ SIRന്റെ ഭാഗമായുള്ള കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികളും എതിർപ്പുകളും ഈ മാസം 22 വരെ സമർപ്പിക്കാം. voters.eci.gov.in, ceo.kerala.gov.in എന്നീ വെബ്സൈറ്റുകളിൽ കരട് പട്ടിക ലഭ്യമാണ്. VBG റാംജി നിയമത്തിന് കീഴിൽ മിനിമം വേതനം നിയമപരമായി നിർണ്ണയിക്കില്ലെന്ന് അവകാശപ്പെട്ടുകൊണ്ട് സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഈ വീഡിയോ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയുടെ വികസനത്തിന് കേന്ദ്ര സർക്കാർ മുൻഗണന നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യവികസനത്തിന്റെ നട്ടെല്ലാണ് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെന്ന് കേന്ദ്രമന്ത്രി ജിതൻ റാം മാഞ്ചി. അടുത്ത 2 വർഷത്തിനുള്ളിൽ രാജ്യത്ത് 7900 കിലോമീറ്ററിലധികം ട്രാക്കുകൾ പുതുക്കി പണിയുമെന്ന് ഇന്ത്യൻ റെയിൽവേ. NCC, അച്ചടക്കം, ധൈര്യം, ഉത്തരവാദിത്വം എന്നിവ പഠിപ്പിക്കുന്നതായി കേന്ദ്രമന്ത്രി സഞ്ജയ് സേത്ത്.
64ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവ കിരീടം കണ്ണൂരിന്, തൃശൂർ രണ്ടാമത്. ന്യൂസിലാൻഡിനെതിരായ ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 338 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.